ഞാനേ ഇന്നത്തെ പത്രവാർത്ത ഇപ്പോൾ ടി വി ന്യൂസിലെ വാർത്തയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു ദിനം സങ്കടകരമാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരു അവയർനെസ് ആയിക്കോട്ടെ കേട്ടല്ലോ. പ്രിയപ്പെട്ട പെൺകുട്ടികളുള്ള മാതാപിതാക്കന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പെൺകുട്ടികൾ വീടുകളിൽ സുരക്ഷിതയല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു തരാം. കേരളത്തിൽ ഒറ്റ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ തൊഴിലിന് പോകുന്ന മിക്ക വീടുകളിലും പെൺകുട്ടികൾ സേഫ് അല്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ അച്ഛനല്ലേ, സഹോദരനല്ലേ, അല്ലെങ്കിൽ പിന്നെ ഭാര്യയുടെ വീട്ടിലാണെങ്കിലും ഭാര്യയുടെ അച്ഛനല്ലേ, സഹോദരന്മാരല്ലേ അല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അല്ല, ആണുങ്ങളെല്ലാം ഒരേ സ്വഭാവക്കാർ തന്നെയാണ്. ഏത് അച്ഛന്മാരായാലും ഏത് സഹോദരന്മാരായാലും ഏത് അമ്മാവന്മാരായാലും പെൺകുട്ടികളെ കിട്ടിയാൽ ഒന്ന് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആണുങ്ങളാണ് ഏറെ ഭൂരിഭാഗം പേരും. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് കരുതലോടെ മുന്നോട്ട് പോവുക. പെൺകുട്ടികളോട് ചോദിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന്. കുട്ടികൾ ബുദ്ധിമുട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ഗൗരവത്തിലെടുത്ത് ഒരു എന്താ പറയുക, ഡോക്ടറെ കാണിക്കുക. അവരുടെ ആരോഗ്യം നോക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണ്, ഉത്തരവാദിത്വത്തിന്മേലാണ് ഇരിക്കുന്നത്. മിക്ക വീടുകളിലും ഇതൊരു അലക്ഷ്യാവസ്ഥ പോലെ കണ്ടുവരുന്നുണ്ട്. കുട്ടികളെ അച്ഛന്മാരെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകും. മിക്ക അച്ഛന്മാരും ഒരേ സ്വഭാവക്കാർ, എല്ലാ ആണുങ്ങളും ഒരേ സ്വഭാവക്കാർ തന്നെയാണ്. വസ്ത്രധാരണത്തിൽ പോലും ആണുങ്ങൾ അത്ര മികവ്, നല്ല രീതിക്കുള്ള, ഞാനത് എടുത്തു പറയുന്നില്ല. മിക്ക വീടുകളിലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് പറയും കാര്യം ഈ കൂടുതലും ടി വി വെച്ചിട്ട് ഇങ്ങനെ കാഴ്ചക്കാരായിട്ടിരിക്കുമല്ലോ. അന്നേരത്താണ് ഈ കൂടുതൽ പീഡനങ്ങളുടെ തുടക്കം ആരംഭിക്കുന്നത് കേട്ടോ. പീഡനങ്ങളുടെ ആരംഭം അവിടെ നിന്നാണ്. എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ചാരിക്കിടക്കാൻ ഒരു ദിവാനോ ഈസി ചെയറോ ഉണ്ടെങ്കിൽ, ചാരികസേരയോ ഉണ്ടെങ്കിൽ അതിന്മേൽ മലർന്നങ്ങ് കിടന്നാൽ മതിയല്ലോ ഇങ്ങനെയുള്ളവന്മാർക്ക്. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ മടിപ്പുറത്ത് വന്നിരിക്കുകയും ചെയ്യും. ഒരേ സുഖമനുഭവിക്കുക അല്ലേ. ആ കുഞ്ഞുങ്ങൾക്കൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇയാൾ ഭാര്യയിൽ നിന്ന് കിട്ടാത്തത് കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ ഏറെ ആസ്വദിക്കും. ഒരു തവണ, 2 തവണ, 3 തവണ, അത് പിന്നെ പല തവണ ആയി. എല്ലാം ഇപ്പോഴും എല്ലാ ദിവസവുമാകും.